ഇന്നലെ നാട്ടിൽ നല്ല മഴയും കാറ്റുണ്ടായിരുന്നു. ഞാൻ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല വൈഫിനെ. ഞാൻ കരുതി കുട്ടികളൊക്കെ കളിച്ചിട്ട് ഫോൺ ഓഫായി പോയതായിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു രാത്രിയൊക്കെ ആയപ്പം ഒരു 5-6 മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ മെസ്സേജ് എടുത്തു നോക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, ഞാനിത് സെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എപ്പോഴാണ് ഇത് നിങ്ങൾക്ക് കിട്ടുകയെന്നറിയില്ല, ഇവിടെ നെറ്റൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ കിട്ടുമ്പോൾ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാവുന്നു. അങ്ങനെ ഞാൻ വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. വീട്ടിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നതിനെക്കുറിച്ചും നാട്ടിലെ വലിയൊരു കല്യാണ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു അവൾ. അങ്ങനെ അവൾക്കൊരു വല്ലാത്തൊരു ആശ്വാസം തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഒരു തരം സഫോക്കേഷൻ ആയിരുന്നു അവൾക്ക്. കാരണം ഇതൊക്കെ ഒരു തരം ശ്വാസം മുട്ടൽ, ഇതൊക്കെ എന്നോട് പറയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഭാര്യമാരിങ്ങനെയാണ്, അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാകും. നമ്മളെപ്പോഴും കൊടുക്കേണ്ട ഒരു സ്പേസും ഇതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിലും നമ്മൾ അതിനൊരു സമയം നമ്മൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ വിളിക്കുമ്പോൾ അത് അവർക്ക് വല്ലാത്തൊരു ആശ്വാസമാവും. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. താങ്ക് യു.